നമസ്കാരം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഗസ വീണ്ടും കലുഷിതമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ വെടിവെച്ചെന്ന് പറഞ്ഞ് റാഫയുൾപ്പെടെ ഗസയിൽ പലയിടത്തും ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തുരങ്കങ്ങളും സൈനിക കേന്ദ്രങ്ങളും പൊളിച്ചു മാറ്റുന്നതിനായി പ്രദേശത്ത് ആക്രമണം ആരംഭിച്ചിട്ടുണ്ടെന്ന് IDF ഇന്നലെ അറിയിച്ചിരുന്നു. ഭീകരപ്രവർത്തനങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ്. ശക്തമായി പ്രതികരിക്കുമെന്നും എക്സ് പോസ്റ്റിലൂടെ IDF അറിയിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇന്നലെയാണ് ഇസ്രായേൽ തീരുമാനിച്ചത്. ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ വെടിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ പ്രതിരോധിച്ചത്. ഇസ്രായേൽ സൈന്യം വൻ ആക്രമണമാണ് റഫയിലുടനീളം നടത്തിയത്. ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതിനു പിന്നാലെ തെക്കൻ ഗസയിൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചതായി IDF അറിയിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ച മുൻപ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസും ഇസ്രായേലും പരസ്പരം ആരോപിച്ചിരുന്നുവെങ്കിലും വലിയ ആക്രമണങ്ങളിലേക്ക് കടന്നിരുന്നില്ല. ഇസ്രായേൽ ഇന്നലെ വ്യോമാക്രമണം അടക്കമാണ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ 9 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷയുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. രാവും പകലും ചർച്ചകൾ നടന്നുവരികയാണെന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിനെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ബന്ധുക്കളിൽ കുറച്ചുപേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറിയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടേത് കണ്ടെത്തൽ ദുഷ്കരമാണെന്ന് ഹമാസ് പറഞ്ഞിരുന്നു. എന്തായാലും ഗസയിലെ സമാധാന കരാറിന് വിലങ്ങുതടിയായ ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹ കൈമാറ്റം ഉടനുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാതെ ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കഴിയില്ലെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കാത്തത് ഇസ്രായേലിന്റെ ആക്രമണം കാരണമാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു.